എന്താ ബാലകൃഷ്ണ, എന്താ ഇതൊക്കെ? റാണി, ഞാൻ ഈ പോലീസും ബഹളമൊക്കെ സത്യം പറ, എന്ത് ചെയ്തിട്ടാ ബാലകൃഷ്ണ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നെ വിശ്വസിക്കേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ രാത്രിയിൽ ഈ വഴിക്ക് പാത്തും പതുങ്ങിയും? റാണിയെ കാണാൻ വന്ന നാളെയല്ലേ ഓപ്പറേഷൻ. പണം ശരിയായിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇല്ല, ബാലകൃഷ്ണൻ എവിടുന്നോ എന്തോ മോഷ്ടിച്ചു, അതാ സത്യം. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കരുത്. റാണിയോട് ഞാൻ കള്ളം പറയില്ല. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. അതിനെനിക്ക് കുറച്ച് പ്രതിഫലവും കിട്ടി. അതിൽ നിന്ന് റാണിക്ക് ആവശ്യമുള്ള രൂപ നാളെ രാവിലെ ഇവിടെ എത്തിക്കും. എനിക്ക് വേണ്ടത് സത്യം പറ, ആ പണം എവിടുന്ന ബാലകൃഷ്ണൻ? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്നെ അവിശ്വസിക്കരുത്. റാണിയാണ് സത്യം, ദൈവത്തിനാണ് സത്യം. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. നാളെ രാവിലെ ഞാൻ പണവുമായി എത്തും. ബാലകൃഷ്ണ, എനിക്ക് ബാലകൃഷ്ണനെ വിശ്വസിക്കാമോ? പ്ലീസ്. ഞങ്ങൾക്ക് വെളുപ്പിനെ പോണം. ഉണ്ണി വല്ലാത്ത പ്രതീക്ഷയില്ല. പോകാനായി എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു, കാറ് വരെ. പോകുമ്പോ ഞങ്ങൾ ആ വഴി വരട്ടെ? എങ്കിലതാ നല്ലത്. പണവുമായി ഞാൻ കാത്തിരിക്കും. ചെല്ലെ, സമാധാനമായി കിടന്നുറങ്ങിക്കോ. നമ്മൾ രക്ഷപ്പെട്ടു മത്തായിച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു മത്തായിച്ചേട്ടാ. മത്തായിച്ചേട്ടാ, സൂക്ഷിച്ച്. മത്തായിച്ചേട്ടാ, ആരെയാ നോക്കുന്നേ? ഇനി ആരും വരില്ല. നമ്മൾ രക്ഷപ്പെട്ടു മത്തായിച്ച, നമ്മൾ രക്ഷപ്രഭുക്കളായി. ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ കള്ള, ഞങ്ങൾ വന്നു. ഗോപാലകൃഷ്ണ, ഇവനെവിടെ? ഗോപാലകൃഷ്ണ, എടാ അവൻ നീ ഇത് ആർക്കാ വിളിക്കുന്നത്? ഹലോ, ശരണാലയല്ലേ? ഗോപാലകൃഷ്ണന്റെ അമ്മയുണ്ടോ അവിടെ? ഇല്ലല്ലോ, രാത്രി തന്നെ വന്ന് ഗോപാലകൃഷ്ണൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. അവരെന്താ പറഞ്ഞു? അവൻ പണം കൊണ്ട് കടന്നു വരുന്നു മത്താച്ച. അവൻ നമ്മളെ പറ്റിച്ചു. അവനത് ചെയ്യും, ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നോട് ആ ചതി ചെയ്യരുതായിരുന്നു മത്താച്ച. അവനെ വിടരുതാ ബാലകൃഷ്ണ, വിടരുത്. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഈ നാട് കടക്കാൻ നോക്കും. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മളെ പറ്റിച്ചിട്ട് അവൻ രക്ഷപ്പെടണ്ട. വിളിച്ചു പറയടാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. പോലീസ് സ്റ്റേഷൻ. ഉറുമീസ് തമ്പാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർ മത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. എവിടുന്നാ വിളിക്കുന്നത്? മാന്നാർ മത്തായിയുടെ ഉർവശി തിയേറ്റേഴ്സിൽ നിന്നും. ഞാനും മാന്നാർ മത്തായി ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ 3-ാമൻ ഗോപാലകൃഷ്ണൻ, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. മുഴുവൻ പണവും അവന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433. ആ കാറിന് പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവന്റെ അമ്മ. ഹലോ ഹലോ ഹലോ
ചാക്കോയുടെ പെങ്ങള്. അവള് കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, പണം. മത്തായി ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ബാലകൃഷ്ണ, നമ്മൾ ലക്ഷപ്രഭുക്കളായടാ. എന്താ മത്തായി ചേട്ടാ? നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഹംസക്ക് വരെ കാശ് കൊടുക്കാൻ പോയി. 35,000 രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് നാളെ കയറ്റിവിട്ടു. ബാലകൃഷ്ണ, നബീസറ കല്യാണം നാളത്തിൽ നടക്കൂടാ. ദേ, ബാക്കി 2,65,000 രൂപ ഇതിനകത്തുണ്ട്. നമുക്ക് 3 പേർക്കും ഉള്ളതാ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചു എന്ന് കരുതി. എന്നിട്ട് ബാലകൃഷ്ണ, എന്നിട്ട് എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. അവരേത് നിമിഷവും ഇവിടെ എത്തും. നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഗോപാലകൃഷ്ണൻ. ബാലകൃഷ്ണ, കാറിൽ അമ്മ ഇരിക്കുന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യുവരെ. വരണം. ബാലകൃഷ്ണ, ഈ അവസ്ഥയിൽ അമ്മ എന്നെ കാണരുത്. ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? എന്നെ കബളിപ്പിച്ച് നിങ്ങൾ നേടിയ പണമില്ലേ, അത് നിങ്ങൾക്കുള്ള എന്റെ പ്രതിഫലമായി കരുതിക്കൊള്ളൂ. എന്റെ മോള് പറഞ്ഞു അവളെ എന്റെ കയ്യിലെത്തിക്കാൻ നിങ്ങൾ പെട്ട പാട്. താങ്ക്സ് എ ലോട്ട്. ഇതൊന്ന് അയച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്ത് തരാൻ പറ്റുമോ? ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല. പ്രോമിസ്. സാർ, ആ കാറിലിരിക്കുന്നത് എന്റെ അമ്മയാ. നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറേ, ആ ഫോണൊന്ന് എടുക്കാൻ പറ്റുമോ? സാറിനുള്ളതാ.
കാഞ്ചി റാവ് സ്പീക്കിംഗ്.